ഹലോ വെൽക്കം. ഇന്ന് തനി നാടൻ കപ്പപ്പുഴുക്കും ഉള്ളിച്ചമ്മന്തിയും ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആക്ച്വലി പാലക്കാട്ടുകാർക്ക് ഇത് കപ്പയല്ല പൂളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെക്കുവാണേ. അപ്പോൾ ആ ഗ്യാപ്പിൽ അത് വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പുളി, ഉപ്പ് ഇത്രയും ഇട്ട് ചതച്ചെടുത്ത് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിച്ചമ്മന്തി റെഡിയായി. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. സോ അത് താളിക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ, കടുക്, കറിവേപ്പില, ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി ഇതൊട്ട് താളിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിൽ കൊട്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്കും ഉള്ളിച്ചമ്മന്തി റെഡിയാണ് കേട്ടോ. ഈ ഉള്ളിച്ചമ്മന്തി കൂട്ടി നമ്മൾ കപ്പ കഴിക്കുമ്പോൾ ഇങ്ങനെ തൊട്ട് കൂട്ടാൻ പാടില്ലേ. കുറച്ച് കപ്പ എടുത്ത് നിറയെ ചമ്മന്തി എടുത്ത് അങ്ങനെ കുഴച്ച് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുള്ളൂ. സോ അത്രയേ ഉള്ളൂ. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.